ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കെ നമ്മൾ ചിന്തിച്ച കാര്യം അങ്ങ് മുടങ്ങിപ്പോയേക്കും. കൃഷിയുടെ കാര്യത്തില് അത് സംഭവിക്കാൻ പാടില്ല. അത് നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങും, ഇല്ലയോ? ഇല്ലയോടാ? അവളെ വീണേ, അവള് കരുതി കൂട്ടിട്ടാ. അവക്ക് പറ്റിയൊരു വക്കീലും. നമ്മളിനി എന്ത് ചെയ്യും? അമ്മവാ, ഓ, നമുക്ക് അച്ഛനോടും അമ്മയോടും ചോദിക്കാം. ആദ്യം വന്ന വക്കീലിനെ കുറിച്ച് അറിയണ്ടേ? ആ ഞാൻ കാര്യങ്ങൾ അവരോട് അവതരിപ്പിച്ചു. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ആവശ്യപ്പെടുമ്പോ നിയമപരമായി കുഞ്ഞിനെ തടയാൻ അവർക്ക് യാതൊരു അവകാശമില്ലെന്ന് ഞാൻ അവരെ ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വീണയുടെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം വയലന്റായി. ഹരിയും മോശമായിരുന്നില്ല. കുഞ്ഞിനെ വിട്ടു തരില്ല എന്ന് തന്നെയാണ് അവരുടെ തീരുമാനം. എനിക്കതറിയായിരുന്നു മാഡം. എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകുന്നത് ഒരിക്കലും അവർക്ക് സഹിക്കില്ല. വീണ പൂർണ്ണമായും നിഷ്കളങ്കയായി എന്റെ മുന്നിൽ അഭിനയിക്കണ്ട. വീണ ആ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടേ ഇല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിയമപരമായി കുഞ്ഞ് നിങ്ങളുടേതാണ്. പക്ഷെ വൈകാരികമായ ഭാഷയിൽ പറഞ്ഞാൽ കല്യാണി അവരുടെ അവകാശമാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മേഡം? നിയമപരമായ കാര്യങ്ങളല്ലേ നടക്കേണ്ടത്? അതിനെല്ലാം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന്. ഞാൻ അവരുടെ പക്ഷത്താണെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്റെ കക്ഷികളാ. സോ എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാനേ പറ്റൂ. മാഡം, കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വിപിന്റെ അച്ഛന്റെ സ്വത്ത് കിട്ടുള്ളൂ. കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങനെയും ചില ഉപകാരങ്ങളുണ്ടല്ലോ അല്ലേ? മേഡം, ഞങ്ങളെ കളിയൊക്കെ നിർത്തിയിട്ട് ഇതിനെന്താ ഒരു പരിഹാരം എന്ന് പറയൂ. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇത് കൈകാര്യം ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അത് പോയി കിട്ടി. ശാന്തത പോയാ പിന്നെന്താ? ബഹളം. കുഞ്ഞിനെ ചൊല്ലി ഒരു ബഹളം ഉണ്ടാവട്ടെ. അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം. പടയെന്ന് പറഞ്ഞ് രണ്ട് പൊട്ടിക്കുകയും ചെയ്യാം. അതെനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത്ര ഒരു ബഹളം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതാർക്കും പറ്റും. നിങ്ങളൊരു കാര്യം ചെയ്യൂ. രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോകും. അവിടെ കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കും. നമുക്ക് പ്രോപ്പർ ചാനൽ വഴി പോവാം. പോലീസുകാർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യട്ടെ. ആ പോലീസുകാരനെ കൊണ്ട് ഒരു പ്രയോജനമില്ല മാഡം. മുമ്പ് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ എന്നെ നിഷേധിച്ച് അവരുടെ കൂടെ കുഞ്ഞിനെ പറഞ്ഞയച്ചു. അതിന് അതിൻ്റെതായ കാരണം ഉണ്ടാവുമല്ലോ. അതവിടെ നിൽക്കട്ടെ. ഒരു പോലീസ് നടപടി ഉണ്ടാകുമ്പോ അവര് കൃത്യമായിട്ട് പ്രതികരിക്കും. അതായിരിക്കും നല്ലത്. അല്ല, ഇതൊക്കെ കഴിയുമ്പോ വല്ലാതെ ബൈക്കില്ലേ മേഡം? മോളെ സ്നേഹിക്കാഞ്ഞിട്ട് വിപിന് വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ. നിയമപരമായ നടപടിക്ക് കുറച്ച് സമയമെടുക്കും. അതുവരെ നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. തൽക്കാലം നിങ്ങൾ ഞാൻ പറഞ്ഞത് ചെയ്. ഓക്കെ മാഡം, ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് മാഡത്തിനെ വിളിച്ചോളാം. ശരി. നന്ദിത മഹാദേവൻ രഘുവേട്ടന്റെ ബന്ധുവാ. രഘുവേട്ടന്റെ ചെറിയച്ഛന്റെ മോള്. കുറെ കാലമായിട്ട് ഞങ്ങൾക്ക് അവരുമായി ഒരു ബന്ധവുമില്ല. അത് ഒരു പഴയ തർക്കത്തിന്റെ ബാക്കിയാ. ഞാൻ രഘുവേട്ടന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ഇവരൊക്കെ തറവാട്ടിൽ നിന്നുള്ള അവകാശങ്ങളൊക്കെ വാങ്ങിപ്പോയിരുന്നു.
പിന്നീടൊരിക്കല് ഈ പറയുന്ന നന്ദിതയും അവളുടെ അമ്മയും കൂടി വീട്ടിൽ കയറി വന്നിരുന്നു. കൊടുത്ത അവകാശങ്ങൾ പോരാ, വീണ്ടും വേണോന്ന് ആവശ്യപ്പെട്ടു. അന്ന് വലിയ തർക്കവും ബഹളവും ഒക്കെ നടന്നു. ഇടയില് എന്റെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് ന്യായമായത് കിട്ടിയല്ലോ എന്ന് ഞാൻ ചോദിച്ചു. തറവാട്ടിലേക്ക് കയറി ചെന്ന മരുമകളുടെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു ചോദ്യം അവർക്ക് സഹിച്ചില്ല. അന്നെന്നെ കുറെ ചീത്ത വിളിച്ചും ബഹളം വെച്ചും വെല്ലുവിളിച്ചുമൊക്കെ ഇറങ്ങിപ്പോയത്. ഇന്ന് കണ്ടപ്പോ നന്ദിത അതൊക്കെ ഓർമ്മിച്ചെടുത്ത് പറഞ്ഞു. അവളുടെ മനസ്സിൽ നിന്നും ആ വൈരാഗ്യം ഇന്നും മാറിയിട്ടില്ല. ആ, അതെന്തെങ്കിലും ആവട്ടെ, അതവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അല്ല സുജാതെ, രഘു പറഞ്ഞാൽ അവർ ഈ കേസിൽ നിന്ന് പിന്മാറില്ലേ? രഘുവേട്ടൻ പറഞ്ഞാൽ ഒരുപക്ഷെ അവൾ ഈ കേസിൽ നിന്ന് മാറിയേക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അവർക്ക് വേറെ അഡ്വക്കേറ്റിനെ കിട്ടില്ലേ? ഓ, അപ്പോ അഡ്വക്കേറ്റ് നന്ദിതയാണെന്നുള്ളത് ഒരു പ്രശ്നമൊക്കെ എടുക്കണ്ട. എന്റെ പൊന്നു സുജാതെ, ഓരോ പ്രശ്നങ്ങൾ തലയ്ക്ക് വരുമ്പോ അതിന് 10 കൊമ്പ. എവിടെ നിന്ന് നോക്കിയാലും ഒന്നെങ്കിൽ നെഞ്ചി കൊള്ളും, അല്ലെ വാരിയല്ലി കൊള്ളും. അതുപോലെ തന്നെയാ ഈ നന്ദിതയുടെ കാര്യവും. വന്നതേ കുഴപ്പം പിടിച്ച അതിനിടയ്ക്ക് ഈ കാര്യവും. ஹரி சார் குழந்தைய விட்டு கொடுக்கலான்னு சொல்லியாச்சு. அதுக்கப்புறம் இனி என்ன பேச்சு? நீங்க அந்த குழந்தைய எப்படி பார்த்துட்டு இருக்கு? நீங்க அந்த குழந்தைய எப்படி கொண்டு நடந்துட்டு இருக்கு? ഇതൊന്നും വക്കീലിനും കോടതിക്കും தெரியாதா? സുജാതെ, ഇതിപ്പോ കൂടുതൽ ചർച്ചയെടുത്ത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നന്ദിത മഹാദേവന്റെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്റെ കൊച്ചുമോളെ വിട്ടുകൊടുക്കുകയല്ല. അതിനുവേണ്ടി ഏതറ്റം പോകേണ്ടി വന്നാലും ഞാൻ എന്തായാലും പോകും. പിന്നെ ഇപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ പാടത്തേക്ക് ഇറങ്ങാൻ ഒരു നല്ല ദിവസം നോക്കാന്നുള്ളതാ. അല്ല, സുജാത ഇടയ്ക്കിടയ്ക്ക് ഒരു ജോത്സ്യനെ വിളിക്കാറില്ലേ? അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അപ്പോ അങ്ങനൊരു തടസ്സം ഉണ്ടായാൽ അത് നീക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ നോക്കിയിരിക്കെ നമ്മൾ ചിന്തിച്ച കാര്യം അങ്ങ് മുടങ്ങിപ്പോയേക്കും. കൃഷിയുടെ കാര്യത്തില് അത് സംഭവിക്കാൻ പാടില്ല. അത് നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങും, ഇല്ലയോ? ഇല്ലയോടാ?